വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചും പുളിയാണ്. അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി വേണം, തൊലി കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി വേണം, ഒരു കഷ്ണം ശർക്കര വേണം, പിന്നെ ഇത്രയും വലിപ്പത്തിലൊരു പുളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, കറിവേപ്പില. ഇനി ചേർക്കേണ്ട പൊടികൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കായത്തിൻ്റെ പൊടി, ഉലുവ എന്നിവയും കൂടെ നമുക്ക് ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണം. ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി ആദ്യം വറുത്തെടുക്കാം. അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇഞ്ചി നന്നായി മൂത്തു പരിവായിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ടും ഇതുപോലെ വറുത്തെടുക്കാം. ഉള്ളി നന്നായി മൂത്തു. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഞ്ചി വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയിട്ടിട്ട് പൊട്ടിക്കണം. കടുകും ഉലുവയും നന്നായി പൊട്ടി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാൻ. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും ചുവന്നുള്ളിയും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി,
1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അതിന്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റാം. പൊടികളൊക്കെ നന്നായി മൂത്തു, അതിന്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടി 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുതിർക്കായിട്ടിരുന്നു. ഇനി ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര ഇതിലേക്ക് ഇടാം. നമുക്ക് ഇനി ആവശ്യത്തിന് ഇതിൽ ഉപ്പിടാം. ഞാൻ ഇതിലേക്ക് 1/2 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ പൊടിച്ചു വെച്ച നേരത്തെ വറുത്തെടുത്ത ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി മിക്സിയിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചു നേരം ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും.